കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡ് മുഹമ്മദ് നബ്ഹാൻ എന്ന ഒരു 15 വയസ്സുകാരന് സമർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട്, എങ്ങനെ. ഈ മുഹമ്മദ് നബ്ഹാൻ എന്ന പയ്യൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ആ കൊച്ചുമോൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഒക്ടോബർ 19 വൈകുന്നേരം എനിക്ക് വന്ന ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. 19 വൈകുന്നേരം, കഴിഞ്ഞ ഒക്ടോബർ 19 വൈകുന്നേരം ഈ നവാസ് എന്ന എൻ്റെ പേര് തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ SSLC പരീക്ഷ എഴുതാൻ പോകുന്നു. അപ്പോൾ SSLC ബുക്കിലേക്ക് കൊടുക്കേണ്ട ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയ അക്ഷര പിശക് വന്നിട്ടുണ്ട്. ജോസ്ഗിരി ആശുപത്രിയിലാണ് ആ കുട്ടി ജനിച്ചത്. അപ്പോൾ ആ അക്ഷരത്തെറ്റ് തിരുത്താൻ ഒന്ന് സഹായം തേടിയായിരുന്നു ആ വിളി വന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജോസ്ഗിരി ആശുപത്രിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അഞ്ജലിയെ കണ്ടാൽ മതി, അവരെന്ത് സഹായവും ചെയ്തു തരുമെന്ന്. അങ്ങനെ ആ പിതാവ് അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട ആ മകൻ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഒരു ബൈക്ക് അപകടത്തിൽ മരണപ്പെടുന്നു. കൊളശ്ശേരി എന്ന സ്ഥലത്ത് ഈ മകൻ ഓടിച്ചിരുന്ന, മുഹമ്മദ് നബ്ഹാൻ ഓടിച്ചിരുന്ന ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുന്നു. ആ മകൻ മരിക്കുന്നു. തലേന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ അക്ഷരത്തെറ്റ് തീർക്കാൻ പിതാവ് പോയതെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അതേ സമയത്ത് തന്നെ ഈ മകൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി ആ മൃതദേഹത്തിൽ ഡോക്ടർ സൈൻ ചെയ്യേണ്ട സ്ഥിതി വന്നു. ഇത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. നമ്മുടെ മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവിടെ വാഹന അപകടത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം എടുത്താൽ അത് വലിയ സംഖ്യയാണ്. മുഹമ്മദ് നബ്ഹാൻ്റെ പിതാവ് നവാസ് ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് മുമ്പിൽ അദ്ദേഹത്തിനും മനസ്സ് തോന്നണം. 15 വയസ്സിൽ മകൻ നഷ്ടപ്പെട്ട നവാസ്, അദ്ദേഹത്തെ ഞാൻ നേർരേഖയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മളോട് ചേരുന്നത് എൻഫോഴ്സ്മെൻറ്റ് RTO ശ്രീ B സാജു ആണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കൂടെ കണ്ണൂർ കിംസ് ആശുപത്രിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അഭില MG. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ R2യിൽ നിന്ന് തുടങ്ങാം. സാജു, എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്. ഈ നമ്മളെ ലൈസൻസ് 18 വയസ്സിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ 15 വയസ്സിലൊക്കെ കുട്ടികൾ വാഹനം ഓടിക്കുന്ന ഒരു സ്ഥിതി, അത് എത്രമാത്രം കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു അപകടം അത് സംബന്ധിച്ചുണ്ടാകുന്ന പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? 15 വയസ്സ് 18 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട് കേരളത്തിൽ. കാരണം പലരുടെയും വീടുകളിൽ അവരുടെ രക്ഷിതാക്കൾ, അച്ഛൻ മിക്കവാറും പുറത്തുള്ളവർ വളരെ കൂടുതലാണ്. വീട്ടിൽ അമ്മ, സഹോദരങ്ങൾ, ഇയാൾ മാത്രമേ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ വീട്ടിലെപ്പോഴും വണ്ടി, പേരൻസിൻ്റെ വണ്ടി അവിടെ ഉണ്ടാവും, താക്കോൽ അവിടെ ഉണ്ടാവും. ഇവർ ഫ്രണ്ട്സിനെ കൂട്ടിയോ അല്ലെങ്കിൽ അല്ലാതെ ഇവർ സ്വയം പഠിക്കും. മറ്റുള്ളവർ അറിയാതെ വണ്ടി എടുത്തിട്ട് പോകും. അറിഞ്ഞുകൊണ്ട് പോകുന്നത് കൊണ്ട്, അറിയാതെ കൊണ്ടുപോകുന്നതുകൊണ്ട്. പക്ഷേ ഈ 15 വയസ്സിനും 18 വയസ്സിനും അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ 18 വയസ്സിൽ താഴെയുള്ള, നമ്മൾ ഒരു മെച്യൂർഡ് ഏജ് എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽ 18 ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് 18 വയസ്സിലുള്ള ഇതാക്കിയിട്ടുള്ളത്. ആ ഏജ് ലിമിറ്റിന് താഴെയുള്ളവർ പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നു. സഡനായിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും പറയാം 5 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതാണ് ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ്, കാത്, സ്പർശനം, അങ്ങനെ എല്ലാം നമ്മൾക്ക് ഉള്ള പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ അറ്റ് എ ടൈം വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്കൊരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന അതൊരു കലയാണ്. ആ കല പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെൻസ് ചെയ്യണം, സ്മെല്ല് അറിയണം, അല്ലെങ്കിൽ ചെവിയിലൂടെ കേൾക്കുന്ന സൗണ്ട് നമ്മൾ അറിയണം, കാഴ്ചയിലൂടെ കാണുന്നത് അറിയണം. ഇത് വിത്തിൻ സെക്കൻഡ്സിൽ ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾക്ക് പ്രായം കുറയും തോറും വളരെയധികം കുറവാണ്. ഡിസിഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലാത്ത ഒരു സ്പീഡിൽ ഉണ്ട്. അതിന് ഒരു സെക്കൻഡിൽ എത്ര ദൂരം പോകുമെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറില്ല, നമ്മൾ അസ്യൂം ചെയ്യാറില്ല. അത് 1 കിലോമീറ്റർ, ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനം 1 മിനിറ്റിൽ 1 കിലോമീറ്റർ പോകും. 60 സെക്കൻഡിൽ 16.5 മീറ്റർ ദൂരം പോകും. അപ്പോൾ നമ്മളൊരു കാര്യം കണ്ട് മനസ്സിലാക്കി കാര്യം കണ്ട് മാത്രമല്ല,
കേട്ടും ഹോൺ അടിക്കുന്നതും മറ്റു വണ്ടികളുടെ സൗണ്ടും എല്ലാം കേട്ട് മനസ്സിലാക്കി മിററെല്ലാം നോക്കി ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയം 3 to 4 സെക്കൻഡ്സിൽ 4 സെക്കൻഡിൽ തീരുമാനം എടുക്കേണ്ടി വരും. കണ്ട് മനസ്സിലാക്കി തീരുമാനം എടുത്ത് ആക്ട് ചെയ്യണം. കാണണം, മനസ്സിലാക്കണം, അതിന് ഡിസിഷൻ എടുക്കണം, അത് ആക്ട് ചെയ്യണം. മനസ്സിൽ ഡിസ്കസ് ചെയ്ത് ഡിസിഷൻ എടുത്ത് ആക്ട് ചെയ്യണം. അപ്പോൾ ഒരു 4 സെക്കൻഡ് നമ്മൾ മിനിമം ഒരു ടൈമാണ് പറയുന്നത്. ഒരു 4 സെക്കൻഡ് നമുക്കത് അത്രയും വേണം. ഈ 4 സെക്കൻഡ് കൊണ്ട് ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനം എന്ന് പറയുന്നത് 66 മീറ്റർ ദൂരം പോകും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, ദൂരമാണ്. 66 മീറ്റർ ദൂരം എന്ന് പറയുന്നത് ചെറുതല്ല. അല്ല. ഒരു 10 മനുഷ്യൻ്റെ ഒരു ഏജ്ഡായിട്ടുള്ള ഫുൾ സൈസിലുള്ള ഒരു 10 മനുഷ്യനേക്കാൾ 11 ആളുടെ ദൂരം. അത്രയും ദൂരത്തിനുള്ളിൽ നമുക്ക് എന്തും സംഭവിക്കാം. ആ ഡിസിഷൻ എടുക്കുന്നത് പ്രിസൈസിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുക്കുക എന്നുള്ളതാണ് ഒരു ഡ്രൈവറുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ സെക്കൻഡ്സിലാണ് റോഡ് സേഫ്റ്റിയുടെ ഇതിൽ ആസ്പെക്റ്റിൽ സ്പീഡും ബാക്കിയുള്ളതെല്ലാം പറയാം. ഒരു 12 സെക്കൻഡ് ദൂരം മുന്നിലുണ്ടെങ്കിൽ, കാണാവുന്ന അത്ര ദൂരമുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്പീഡിൽ പോകാവുള്ളൂ എന്ന് പറയും. 12 സെക്കൻഡ് ദൂരം എന്ന് പറയാം, മീറ്റർ ഒന്നും പറയില്ല. നമ്മളുടെ സ്പീഡ് എത്രയാണോ അതിനനുസരിച്ച് 12 സെക്കൻഡ് ദൂരം മുന്നിലേക്ക് ക്ലിയർ വ്യൂ വേണം. ഈ 12 സെക്കൻഡ് വേണം നമുക്കൊരു തീരുമാനം എടുക്കാൻ. തീരുമാനം എടുക്കാൻ എന്നുള്ളതല്ല, കണ്ട് നമ്മൾ സേഫാക്കി തീരുമാനമെടുത്ത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അത്രയും ദൂരത്തുള്ള കാഴ്ച നമുക്ക് വേണം റോഡിൽ. അതാണ് ശാസ്ത്രീയമായ പറയുന്നത്. 12 സെക്കൻഡ് ദൂരം. ഈ 12 സെക്കൻഡ് ദൂരം 12 സെക്കൻഡ് ദൂരം എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? ഒരു സെക്കൻഡിൽ നമ്മൾ 60 കിലോമീറ്റർ ആണ്, 16 മീറ്റർ എന്ന് പറഞ്ഞു. 12 സെക്കൻഡ് ആകുമ്പോൾ ഇൻറ്റു 12 ഏകദേശം 180 മീറ്ററോളം ദൂരം നമുക്ക് കാണാമെങ്കിൽ മാത്രമേ 60 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കും. ഒരു ശരാശരി ബൈക്കിന്റെ സ്പീഡ് എത്രയാണ് നിർവഹിച്ചിരിക്കുന്നത്? നമ്മൾ നോർമലി നമ്മൾ പറയാ 50 അതിൽ ഓടാവുന്ന രീതിയിലാണ് നമ്മളുടെ പലപ്പോഴും പറയാം. 50 to 60 അല്ലെങ്കിൽ 40 to 60 നമ്മൾ നോർമൽ ഗിയർ ഷിഫ്റ്റിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക. എങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ 60 പോകുമ്പോഴുള്ള സ്പീഡാണ്. ഒരു 180 മീറ്റർ ദൂരം നമ്മൾ 4 വീലർ ആയാലും 2 വീലർ ആയാലും അത്രയും ദൂരം നമുക്ക് മുന്നിലേക്ക് കാഴ്ച വേണം, കിട്ടണം, ഫ്രീ ആയിട്ടുള്ള സാധിച്ചിട്ടുണ്ട്. അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് നവാസിലേക്ക് ഒന്ന് പോകാം. TP നവാസ്, താങ്കളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്, ഇനി ഒരു കുട്ടിയും ഒരു രക്ഷിതാവിനും ഇതുപോലെ നഷ്ടപ്പെട്ടത്. ഈ സുന്ദരമായ ഭൂമിയിൽ ഏറ്റവും നന്നായി ജീവിച്ചു പോകേണ്ട മകനെയാണ് താങ്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. താങ്കളുടെ ദുഃഖത്തിൽ നേർരേഖയും പങ്കുചേരുന്നു. താങ്കളുടെ മകൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മകന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ആ മകൻ അന്ന് ആ ഒരു അവസ്ഥയിലേക്ക് പോയത്? അന്ന് നവാസിനെ ഞാൻ 19-ാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഒരു സ്പില്ലിങ് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇത് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവൻ ട്യൂഷൻ സെൻറ്ററിൽ അന്ന് സൺഡേ ട്യൂഷൻ സെൻറ്ററിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ ഇവനോട് രാവിലെ പോകുന്നവരെ പറഞ്ഞു, അപ്പോൾ ചെരുപ്പ് വേണോ, പുതിയ ചെരുപ്പ്, ബ്ലാക്ക് ചെരുപ്പിൻ്റെ പൈസ കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് അയച്ചതാണ്. അപ്പോഴാണ് വൈഫ് എന്നെ വിളിക്കുന്നത്, സ്കൂൾ അർജൻറ്റായിട്ട് ആരെങ്കിലും നിങ്ങളൊന്ന് പോകണം, അല്ലെങ്കിൽ എൻ്റെ അളിയൻ റാഷി എൻ്റെ കടയിലുള്ള ഓനെങ്കിൽ അയക്കാൻ എൻ്റെ വൈഫ് എന്നെ വിളിക്കുന്നു ശനിയാഴ്ച. അങ്ങനെയാണ് ഞാൻ ഇവനിക്ക് റിങ് ചെയ്ത് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടാവാം. അങ്ങനെ ഇവനിക്ക് ഞാൻ വോയിസ് ഇട്ടു, മോനിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ടാൽ മോനെനിക്ക് തിരിച്ച് ആദ്യമായിട്ടാണ് എൻ്റെ മകനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് 19-ാം തീയതി ഞാൻ വോയിസ് ഇട്ടത്. ഇവനെ കിട്ടുന്നില്ല, ട്യൂഷൻ സെന്ററിലുണ്ട്, റിങ് ചെയ്യുന്ന എടുക്കുന്നില്ല. അപ്പൊ ഇതിന് വേണ്ടിട്ട് ഞാൻ വിളിക്കുന്നത്. സർട്ടിഫിക്കറ്റിന് എൻ്റെ അളിയനെ ആച്ചിക്കാന്ന് വിളിക്കാം. ആച്ചിക്കാണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ വൈകിട്ട് അത് പറഞ്ഞിട്ട് ഇവനെ വിളിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചെനിക്ക് വോയിസ് വരുന്ന വോയിസ് എൻ്റെ ഫോണിലുണ്ട് അന്ന്. അപ്പോൾ ഞാൻ ട്യൂഷൻ സെന്ററിൽ ഉള്ളത്, ഞാൻ എന്തായാലും 8 മണി കഴിയും, ലേറ്റ് ആവും, നമ്മൾ പ്രോഗ്രാമിൻ്റെ കുറേ അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടാണ് വെക്കുന്നത്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് സാറെ ഞാൻ നവാസിനെ വിളിച്ച് പറഞ്ഞത്, എന്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രിയാണ് ഒരു 8:30 മണിക്ക് വൈഫ് എന്നെ വിളിക്കുന്നത്. ഇവന് ഇങ്ങനെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ മകനും നമ്മൾ ഹാഫിദ്, അതായത് ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഇവിടെ കണ്ണൂരിൽ തന്നെ പഠിക്കുന്നവൻ. അവനക്ക് മാസം 2 ദിവസം ലീവ് ഉണ്ടാവാം. അപ്പം പറഞ്ഞ് അയിമ വന്നിട്ടുണ്ട്, ഇവർക്ക് എന്തോ ഒരു വീട്ടിക്കൂടലുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ വൈഫ് ഹൗസ് മുയിപ്പിലങ്ങാടാണ്, മുയിപ്പിലാണ് തൊട്ട് വീട്ടിക്കൂടലുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു മാനസിക, ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ മകനോട് ആദ്യമായിട്ടാണ് പറയുന്നത്,
മോന് പോകണ്ട, നമുക്ക് നാളെ ചെറിയ മോന് പറഞ്ഞു ലുലുമാള് കാലിക്കറ്റ് ഓപ്പൺ ആയിട്ട് പോയിട്ടില്ലല്ലോ, ഞാൻ നമുക്ക് നാളെ ലുലുമാളി പോകണ്ടല്ല, ഇങ്ങോ പോകണ്ടെന്ന് ശക്തമായിട്ട് പറഞ്ഞു. കുട്ടികളാണല്ലോ, സാധാരണ വൈഫ് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇവ എന്നെ സോപ്പിട്ടിട്ട് ഇങ്ങനല്ല, കുട്ടികൾ സോപ്പിട്ടല്ലോ. ഇത് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു മോനെ പോകണ്ട, നമുക്ക് നാളെ കാലിക്കറ്റ് പോകേണ്ടതല്ലേ, എന്തോ മനസ്സിലൊരു വെപ്രാളുള്ളതുകൊണ്ട് പറഞ്ഞ പോലെ തോന്നി എനിക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ മകനോട് പറയുന്നത് പോകണ്ടാന്ന്. അപ്പോൾ വൈഫ് തിരിച്ച് വൈഫ് പറയുന്നത് അയ്മനുള്ളതല്ലേ, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, വീട്ടിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്ന തൊട്ടാണ് ഞാൻ ഫോൺ വെച്ചത്. അങ്ങനെയാണ് ഇവനും ഞാൻ പിറ്റേന്നാണ് അറിയുന്നത് ഇവർ മറ്റവനിക്ക് ലൈസൻസ് ഉണ്ട്, വേറൊരു കുട്ടിക്ക്, ഈ അയ്മനിക്കില്ല, 16 വയസ്സുള്ളൂ, വേറെ 2 കുട്ടികളുണ്ട്, 2 ബൈക്കിലാണ് ഇവർ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇവർ പോകുന്നത്, പൊരേക്കുടലിന് പോകുന്നതെന്നാണ് പറഞ്ഞത്. രാവിലെ 6:15 എനിക്കൊരു കോള് വരുന്നത്, ഞാൻ കോൾ എടുത്തില്ല, വൈഫിൻ്റെ കോളിൽ വരുന്നത്. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ നമ്മുടെ മാറൂഫ് സാറാണ്, ഇപ്പോൾ ഞാൻ SI ട്രൂ കോളിൽ കാണുന്നത്, സാർക്ക് എന്നെ അറിയുന്നില്ല. അപ്പോൾ ഓറും അടിച്ചേരം കണ്ടുകൊണ്ട് ലൈക്ക് നവാസ് എൻ്റെ മോൻ അടണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല സാർ, മോന് മുഴപ്പിലങ്ങാട് വൈഫിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചെറിയ അപകടം പറ്റിയിട്ടുണ്ട്, നീ തിരക്കൂട്ടിട്ട് വരണ്ടില്ല. അപ്പം എൻ്റെ ബ്രദേഴ്സിനെല്ലാം മാറൂഫ് സാറിനെ അറിയാം, എൻ്റെ കസ്റ്റമറും കൂടിയാണ് ഉപ്പർ. അപ്പോൾ ഞാൻ എന്നാൽ വിളിക്കാം, നെജീവിൻ്റെ പേരിൽ വിളിച്ചോ കിട്ടുന്ന വിളിക്കാം, ഇനിയും എല്ലാം ഇങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഒരു പന്തികേട് തോന്നി. ഞാൻ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ബ്രദേഴ്സ് ഒരു ബ്രദറെ വിളിച്ചോക്കുമ്പോൾ സ്വഭയായിട്ട് നിസ്കാരം കഴിഞ്ഞ് കൊയിലാണ്ടിയിൽ സൈറ്റിലേക്ക് പോയി. ഓമൻ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഓനെ സാറ് വിളിച്ചിട്ടുണ്ടാവും തോന്നുന്നു, മാറൂഫ് സാറ് വിളിച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കി ബ്രദേഴ്സിനെ വിളിച്ചു നോക്കുമ്പോൾ മരിയക്കളെ വിളിച്ച് അവൻ എന്നെ കൂട്ടാൻ, എൻ്റെ കാറുണ്ട്, പക്ഷെ എനിക്കൊന്ന് കൈയും കാലൊക്കെ വറക്കുന്നു, എനിക്ക് ഓട്ടാൻ കഴിയില്ലാന്നുള്ളതുകൊണ്ട് ഞാൻ മരിയോട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു റഷീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രാവൽ ഏജൻസി ചെയ്യുന്നത്, തൊട്ട് വീട്ടിലെ ഇടവലോ. മൂപ്പറാണ് കയറി വരുന്നത്, ബെല്ലടിക്കുന്നു. നവാസിൻ്റെ മോന് വീട് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനില്ല, എന്നാലും അവന് മുപ്പിലങ്ങാട് പോയിന്, ഒന്ന് നീ ഒന്ന് വേഗം ഡ്രസ്സ് മാറി നമുക്കൊന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ മരുവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവന് വേണ്ട നീ എൻ്റെ വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് സംഭവിച്ചതെന്ന് വെച്ചു. ഇല്ല അഖിൽ, അഖിൽ ഒരു തഹസിൽദാറുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത്, അഖിൽ എന്ന് പറഞ്ഞത്. അഖിൽ വിളിച്ചു പറഞ്ഞാൽ ഞാനൊന്നും അറിയില്ല. അവനെ അഖിൽ സാറേ ഞാൻ വിളിച്ചു നോക്കി, സാറേ എന്താ നവാസ് ഒരു ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണെന്ന് മൂപ്പർ പറഞ്ഞു. എന്നാലും എനിക്ക് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ മുക്കാഭാഗം നമ്മൾ തളർന്നുപോയി. അങ്ങനെയാണ് എന്നെ റഷ്യക്ക് കാറും കൊണ്ട് പോകുന്നതാണ് ഈ സീൻ കാണുന്നത്. വരുന്ന വഴിക്ക് അപകട സൈറ്റ് കണ്ടോ നിങ്ങൾ? കണ്ടു. വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അല്ല, അതിലല്ല പോയത്, ഞാൻ കൊടുവള്ളി വഴിയാണ് പോയത്, കൊടുവള്ളി വഴിയാണ്. ഹോസ്പിറ്റലിൽ പോയിട്ടാണ് മകനെ കാണുന്നത്. ആ കണ്ട സീന് പിന്നെ പറയാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു വരാം, ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തിരിച്ചു വരാം. നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മനുഷ്യർ ദിവസേന കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് റോഡ് ഗതാഗതം. അതിൻ്റെ അത്ര അപകടം പിടിച്ച വേറൊരു സംവിധാനം മനുഷ്യ ജീവിതത്തിൽ നിത്യേന നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. അതിനകത്താണ് ഈ നബ്ഹാൻ എന്ന 15 വയസ്സുകാരൻ എങ്ങനെ വാഹനം ഓടിച്ചു, എങ്ങനെ നബ്ഹാന് വാഹനം കിട്ടി, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണ്ടതുണ്ട്. നമുക്കൊന്ന് RTOയിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ ഈ കുട്ടികളെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നിലവിലുണ്ടോ, നടത്തുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ മീറ്റർ കണക്കൊക്കെ നമ്മൾ ഇരുന്ന് പറയുമ്പോൾ റെഡിയാണ്. ഒരു സാധാരണക്കാരനായ ഒരു രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു മക്കളുടെയൊക്കെ മനസ്സിലേക്ക് ഈ ഒരു ഡയറക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും സിലബസുകൾ നമുക്ക് നിലവിലുണ്ടോ? സ്കൂളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സിലബസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്ന ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ പല ടീച്ചേഴ്സും നമ്മളെ ക്ലാസ്സിന് വിളിക്കാറുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. എവിടെ നിന്ന് റിക്വസ്റ്റ് വന്നാലും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളുടെ ഓഫീസേഴ്സ് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സിലബസ് ആയിട്ട്, ഒരു സബ്ജക്റ്റായിട്ട് ഇത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാരണം പലരും ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയായിട്ട് പലരും വളരെ ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടികൾക്കൊരു ബൈക്ക് മേടിച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ വണ്ടി കൊടുക്കുമ്പോഴും നമ്മുടെ പേരൻസും അതിനെ വളരെ ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. എന്താണ് പേരൻസ് ഇതിനകത്ത് ലാഘവത്തോടെ കാണുന്ന മനഃശാസ്ത്രം എന്താണ്? മക്കളിലുള്ളൊരു ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അവരെ എതിർത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് പേരൻസ് എന്ന് പറഞ്ഞാൽ അത് നോയാണ്. ഇന്ന് ഇവര് നോന്ന് പറഞ്ഞാലും അവര് വേറൊരു വഴിയിൽ എവിടെന്നെങ്കിലും ഇതൊരു സംഘടിപ്പിക്കും. ഇതിന്റെ ഗൗരവം എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് കാണുന്ന ഗൗരവം എന്താണ്? നിയമപരമായിട്ട് ഒരുപാട്
കോൺസിക്വൻസസ് ഉണ്ട് പേരൻസിനും ആ ഓടിച്ച ആൾക്കും. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടൂ വീലർ എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് പ്രോസസ്സാണ്. സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ പറയും പെഡലുകൾ കയറി നിന്ന് ഇങ്ങനെ ചവിട്ടി പുറകിൽ പിടിച്ച് കൊണ്ടുപോയി ഇങ്ങനെയാണ്. അതിൽ നിന്ന് നമ്മൾ വീഴുമ്പോൾ നമ്മൾക്കൊരു 3-4 കിലോമീറ്റർ സ്പീഡ് ആ സൈക്കിളിന് ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു ടൂ വീലറിൽ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 20 കിലോമീറ്റർ കൂട്ടാം. 20 കിലോമീറ്ററിന് താഴെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ബാലൻസ് വേണം, അയാൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബാലൻസ്. ആ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബൈക്കിൽ നിന്ന് താഴെ വീഴുന്നത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് വീഴുന്നതിന് തുല്യമായ ഫോഴ്സ് ഉണ്ട്. 20 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ തന്നെ 2 നില കെട്ടിടത്തിൽ. അല്ല, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മൾ നടന്നു പോകുമ്പോൾ തലയടിച്ചൊന്ന് താഴെ വീഴുന്നു, എത്ര സ്പീഡ് ഉണ്ടാവും നമ്മൾ നടക്കുന്നതിന്? അപ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് നമ്മൾ തെറിച്ച് പോകുമ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡുണ്ട് നമുക്ക്. നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ. നമ്മൾ കയറയിൽ ഒരു സാധനം കെട്ടിയിട്ട് അത് കയറങ്ങ് വിട്ടാൽ ഇതിങ്ങനെ ദൂരേക്ക് പോകുന്നുണ്ട്. ആ പറയുന്നത് പോലെ തന്നെ നമ്മൾ ടൂ വീലറിൽ നിന്ന് തെറിച്ചു പോകില്ലേ? ആ തെറിച്ച് പോകുമ്പോൾ ഉള്ള സ്പീഡ് നമുക്ക് ഈ വാഹനത്തിലുള്ള അതേ സ്പീഡ്. ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിയിലാണ് നമ്മൾ ഇടിക്കുന്നതെങ്കിൽ ആ വണ്ടിയുടെ സ്പീഡും അതിൻ്റെ ഫോഴ്സും നമ്മളുടെ ദേഹത്തായിരിക്കും. ഇടിച്ചൊരു കല്ലില വീഴുന്നെങ്കിൽ ആ 20 കിലോമീറ്റർ സ്പീഡിൽ പോയി നമ്മളുടെ ഭാരത്തോടു കൂടിയാണ് ആ ഹിറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഇടി ഉണ്ടാകുന്നത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ പലപ്പോഴും ആലോചിക്കാറ്, നമ്മളുടെ ഒരു കൈ പോയി വീഴുമ്പോൾ ഒരു മേശയിലോ ഒരു കല്ലിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ പടിയിലോ ഇടിക്കുമ്പോൾ കൈ ഒടിയുന്നുണ്ട്, തലയടിച്ച തല പൊട്ടുന്നുണ്ട്, തലച്ചോറിന് ക്ഷതമേൽക്കും. അപ്പോൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ തെറിച്ച് വീഴുമ്പോൾ അത് നമ്മൾ ആലോചിക്കാൻ കഴിയാത്തത്ര അത്ര സിവിയർ. അതിന്റെ ശാസ്ത്രീയമായ കാര്യത്തിലേക്ക് ഡോക്ടർ അഭില, ഈ കുട്ടികളുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നതിന്റെ ഒരു സ്വഭാവം എന്താണ്? കുട്ടികളുടെ ആക്സിഡൻറ്റ് ബേസിക്കലി വരുന്നത് നമുക്കൊരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനം എടുത്താൽ തന്നെ ഒരു 5 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് അത് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് പലപ്പോഴും കുട്ടികളെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻ ആർ നോട്ട് ലിറ്റിൽ അഡൾട്ട്, കിഡ്സ് ആർ നോട്ട് ലിറ്റിൽ അഡൾട്ട്. നമ്മൾ ഒരിക്കലും ഒരു വലിയ ആളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അനാട്ടമിക്കൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ശരീരഘടനയിൽ ഡിഫറൻസ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും കൊണ്ട് നമ്മളൊരു അഡൾട്ടിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിലൊന്ന് ഞാൻ പറയുവാണെങ്കിൽ കുട്ടികളുടെ തല കുറച്ചും കൂടി വലുതാണ്. ആൻഡ് കുട്ടികളുടെ ബോഡി മാസ് അഡൾട്ടിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, വലിയവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഒരു വലിയ ആളും ഒരു കുട്ടിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ ആൾക്ക് കിട്ടുന്ന ഫോഴ്സിനെക്കാട്ടിയും കൂടുതൽ ഇമ്പാക്റ്റ് ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. കാരണം സ്ക്വയർ യൂണിറ്റിൽ, കാരണം ബോഡി മാസ് കുറവായതുകൊണ്ട് സ്ക്വയർ യൂണിറ്റിൽ വരുന്ന ഫോഴ്സ് അവർക്ക് കൂടുതലാണ്. അപ്പം ഇമ്പാക്റ്റ് ഇഞ്ചുറീസ് വെൻ കമ്പയർഡ് ടു അഡൾട്ട് കുട്ടികളിൽ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഒരേ മെക്കാനിസം ഓഫ് ഇഞ്ചുറി ആണെങ്കിൽ പോലും ഒരു അഡൾട്ടിനെയും ഒരു കുട്ടിയെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസിന്റെ ഫേറ്റാലിറ്റി അല്ലെങ്കിൽ അതിന്റെ മാരക രൂപം കൂടുതലാണ്. ഈ ഇരുചക്ര വാഹന അപകട കേസുകളിൽ പരിക്കേറ്റു വരുന്ന കുട്ടികളുടെ പരിക്കിന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ എങ്ങനെയാണ്? ബേസിക്കലി വരുന്നത് ഹെഡ് ഇഞ്ചുറിയാണ്. അപ്പോൾ ഹെഡ് ഇഞ്ചുറി വരുന്ന സമയത്ത് ഇതേ കാരണം കൊണ്ട് തന്നെ കുട്ടികളുടെ തല എന്നുവെച്ചാൽ കുറച്ചും കൂടി ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ തലയോട്ട് കുറച്ചുകൂടെ സോഫ്റ്റും കുറച്ച് പ്ലേയബിൾ, അല്ലെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നില്ല. അപ്പം ഒരു ഫോഴ്സ് വരുന്ന സമയത്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. യൂഷ്വലി നമ്മുടെ വലിയവരുടെ എല്ലുകൾ കുറച്ചുകൂടി ഹാർഡ് ആയതുകൊണ്ട് ഈ ഫോഴ്സ് വരുന്ന അനുസരിച്ച് ക്രാക്ക് ആവുക ചെയ്യുന്നത്. അപ്പം എല്ല് ഫ്രാക്ചർ ആകുമ്പം കുറച്ച് ഫോഴ്സ് അങ്ങനെ തന്നെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുറച്ച് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. കുട്ടികളുടെ അങ്ങനെയല്ല. അപ്പം ആ എനർജി അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രെയിൻ കുറച്ചും കൂടി നമ്മളെക്കാട്ടി വാട്ടർ കണ്ടന്റ് കൂടുതലാണ് കുട്ടികൾക്ക്. അപ്പം ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക്. അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ഒരു സ്പേസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ബ്രെയിൻ ഇഞ്ചുറീസ് കൂടുതലാണ്. പിന്നെ ഈ ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്. ഇപ്പം മസ്തിഷ്കത്തിൽ ഇപ്പം ഇടി കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകളായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഒരു പരിധി വരെ സർജറിയോ മെഡിക്കൽ മാനേജ്മെൻറ്റോ വഴി നമുക്ക് മാറ്റാം. ഇതല്ലാണ്ട് ഈ ഫോഴ്സ് കാരണം, ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയും, അത് കാരണം ഉണ്ടാകുന്ന ന്യൂറോൺസിൽ ഉണ്ടാകുന്ന ഡാമേജ്,
ഞരമ്പുകൾക്ക് സംഭവിക്കും ഡാമേജ്, ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി എന്നൊക്കെ വിളിക്കും. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പം പേഷ്യൻ്റ് കോമയിലോ ഡെത്തിലോ ആയിരിക്കും തീരുക. അപ്പം ബേസിക്കലി ഹെഡ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ബാക്കി ഈ ഹെഡ് ഇഞ്ചുറി ആണോ ശരീരത്തിൽ ഏൽക്കാവുന്ന ഏറ്റവും വലിയ ക്ഷതം? അല്ല, ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും പാട് ഹെഡ് ഇഞ്ചുറിയാണ്. ബാക്കി ഒന്നും അല്ല എന്നല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡിന് സംഭവിക്കുന്ന പോലെ കഴുത്തിന് ഇഞ്ചുറി സംഭവിക്കാം. പക്ഷെ കുട്ടികളിൽ കഴുത്തിലുണ്ടാകുന്ന 5% ഒരു ചാൻസാണ് കുട്ടികൾക്ക് കഴുത്തിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളത്. പക്ഷെ കഴുത്തിൽ ഇഞ്ചുറി വന്നാലും അത് ഫേറ്റൽ അല്ലെങ്കിൽ കുറച്ച് മാരകമാകാൻ സാധ്യതയുണ്ട്. എഗെയിൻ കുട്ടികളുടെ കഴുത്തിലെ നെക്ക് മസിൽസ് കുറച്ചുകൂടെ വീക്കാണ്. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് വരുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു മൊമെൻറ്റം, ഈ തല വലുതായതുകൊണ്ട് തന്നെ ആ മൊമെൻറ്റം കാരണം ഈ പറയുന്ന കഴുത്തിലെ എല്ലുകൾ ഫ്രാക്ചർ ആകാനും അവിടേക്കൂടെ പോകുന്ന സുഷുമ്ന നാഡിയിൽ ഈ ഇഞ്ചുറി വരാനും കൈയും കാലും തളർന്നു പോകാൻ ഈവൻ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇത്തരം അപകടങ്ങളിൽ ഒരു കുട്ടിക്ക് മരണം അത് അവസാനം, അതിനപ്പുറം സംഭവിക്കാവുന്ന സ്ഥായിയായ പരിക്കുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഹെഡ് ഇഞ്ചുറി തന്നെ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലീഡിംഗ് മാറ്റാനായിട്ടുള്ള എമർജൻസി സർജറീസ് ഒക്കെ ചെയ്താൽ തന്നെയും അവർ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. ചിലപ്പം അവർക്ക് ബെഡ് റിഡൻ ആയി പോകാൻ എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നേക്കുമായി ഇല്ലാതായി പോകുന്ന രീതിയിൽ ഒരു ജീവച്ഛവമായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമുക്ക് ഈ പറയുന്ന എല്ലാ ഇഞ്ചുറീസും അവർക്ക് ഉണ്ടാകും. നെഞ്ചിൽ ഇഞ്ചുറി ഉണ്ടാകാം, വയറിൽ ഇഞ്ചുറി ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ് ഇഞ്ചുറിയിൽ വരുന്ന ഈ പറയുന്ന ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി പോലത്തെ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നിയമപരമായി റെന്റിന് കൊടുക്കാൻ അനുവാദമില്ല. റെന്റ് ക്യാബ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാത്രം വിത്ത് പെർമിറ്റിലുള്ളത് മാത്രമേ കൊടുക്കാൻ അനുവാദം, കൊടുക്കാൻ ഒരു അനുവാദം ഞങ്ങൾ പിടിക്കാറുണ്ട്, നടപടി സ്വീകരിക്കാറുണ്ട്. പണിഷ്മെന്റ് ഫൈന് വരും, അല്ല ഇതിൽ പെർമിറ്റ്ലെസ് ആയിട്ടുള്ള ഓപ്പറേഷനുള്ള ഫൈന് വരും. ചിലത് പേപ്പേഴ്സും ഡോക്യുമെന്റ്സും ഹാജരാക്കല്ലെങ്കിൽ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുക വരെ ചെയ്യാറുണ്ട്. പലരും ചില ചെറിയ സൗകര്യങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ വണ്ടിയാവും, ഈ റെന്റിനെടുക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ പറയും എടാ തൽക്കാലം എനിക്കൊന്ന് ലൈസൻസ് ഉണ്ടോ എന്ന്. ഇപ്പോൾ നമ്മളുടെ ഏജിലുള്ളവർ പോലും അടുത്ത സുഹൃത്തുക്കളിൽ ആരെങ്കിലും വണ്ടി ചോദിച്ചാൽ നമ്മൾ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല, ഒരാളും ചോദിക്കാറില്ല. പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേപ്പബിൾ ആണോ ഇത് കൊണ്ടു നടക്കാമെന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന കേസുകളുമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ ഞങ്ങൾ വഴിയിൽ കിട്ടിയാൽ പിടിച്ചാൽ വിടാറില്ല. പേരൻസ് കൊടുത്ത ആളുകളൊക്കെ വന്ന് നടന്ന് അവസാനം കോടതി ബാക്കിയുള്ള കാര്യങ്ങളിൽ വരെ എത്താറുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് അറിയാറില്ല എന്നുള്ളതുകൊണ്ട് ഒരു വാസ്തവമുണ്ട്. നമ്മളറിയില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, വണ്ടിയുടെ എല്ലാ രേഖകളും ഉണ്ടാവും. പൈസ കൊടുക്കുന്നതിന് ഒരു രേഖയും നമ്മളുടെ കയ്യിലുണ്ടാവില്ല. ഇയാളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടാവും, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനിലേക്ക് പോകുള്ളൂ. ബാക്കി എല്ലാ രേഖകളും റെഡി ആണെങ്കിൽ ഇവർ വാടകയ്ക്ക് എടുത്താണോ കൊടുത്ത ആളോട് നമ്മൾ ചോദിക്കും എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയത് എന്ന് മാത്രമേ. നമുക്കൊരു നിയമപരമായി ഇത് പിടിക്കുന്നതിന് പരിമിതികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ നമുക്ക്. രക്ഷിതാക്കളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊന്നോമനകളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഡോക്ടർ അഭില പറഞ്ഞതുപോലെ കാലാകാലം ജീവച്ഛമായി കിടന്നു പോകാതിരിക്കാൻ, വൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതെല്ലാം കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തിരിച്ചു. നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ അഭില, ഇപ്പം ഈ കുട്ടികൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുകയാണ്. കുട്ടികൾ മുതിർന്നവരിലേക്ക് നമ്മൾ പോവാത്തത് ഈ ഒരു സംഭവം, ഈ മുഹമ്മദ് നബ്ഹാൻ എന്ന മകൻ്റെ കേസ് ഇപ്പം സമീപകാലത്തുണ്ടായതുകൊണ്ട് നമ്മൾ ഈ ഹൈവേ വന്നതിന് ശേഷം, ബൈപ്പാസ് തുറന്നതിന് ശേഷം അവിടെ നിരവധി അപകടങ്ങൾ, അതിനകത്ത് ഇപ്പോഴും വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോഴും ഈ സ്പീഡ് ഇങ്ങനെ കൂടിയിട്ടൊക്കെ ഈ അപകടം നടന്നാൽ അവിടെ എത്തിയാൽ ഇവരെ എങ്ങനെയാണ് ശരി ഈ നമുക്കൊരു ഉപദേശം കൊടുക്കാൻ? ഇനിയിപ്പോൾ ഇതെല്ലാം പ്രായമുള്ളവരെല്ലാം അപകടത്തിൽപ്പെടാം. നമ്മുടെ ഒരു അപകട സ്ഥലത്ത് ഒരു ശരാശരി മനുഷ്യൻ എത്തിപ്പെട്ടാൽ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ യൂഷ്വലി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇഞ്ചുറീസ് ഉണ്ട്. ഓൾറെഡി അവർക്ക് ആക്സിഡൻറ്റ് കാരണം ഉണ്ടായ കുറച്ച് ഇഞ്ചുറീസ് ഉണ്ടായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ് ഉണ്ട്, അതിന് സെക്കൻഡറി ഇഞ്ചുറീസ് എന്നൊക്കെ വിളിക്കും. അങ്ങനത്തെ ഇഞ്ചുറീസ് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ബേസിക്കലി നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കഴുത്തിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ട് അല്ലെങ്കിൽ നട്ടലിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ വലിച്ചെടുക്കുന്ന സമയത്ത് ആ എടുപ്പോ
അതോടുകൂടി തന്നെ ചിലപ്പം ചെറിയ രീതിയിലുള്ള ഫ്രാക്ചർ കംപ്ലീറ്റ് ഫ്രാക്ചറായി മാറാൻ സാധ്യതയുണ്ട്. അത് ഈ സുഷുമ്ന നാഡിയിൽ നല്ല രീതിയിലുള്ള ഇഞ്ചുറി സെക്കൻഡറി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മാത്രം തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്. സോ എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് സംഭവിച്ച ഒരു വ്യക്തിയെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അതിൽ ബേസിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും നിങ്ങളൊരു ബ്ലീഡിങ് സ്പോട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ലോണം ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് കാണുന്ന സ്ഥലം നിങ്ങൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. ഇതർ എന്തെങ്കിലും പട്ടി കെട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരെ ഒരു ഒറ്റ തടി പോലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ തല മാത്രം എടുക്കുന്നു, ഒരാൾ കാല് മാത്രം എടുക്കുന്നു, നടുക്ക് ഇങ്ങനെ വലിക്കുന്നു, അങ്ങനെ ചെയ്യരുത്. ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുക. ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിടിക്കുന്ന സമയത്ത് കഴുത്തും തലയും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതി. എന്ന് വെച്ചാൽ തലയും കഴുത്തും ഇങ്ങനെ ആടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇഞ്ചുറി കൂടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു ബ്ലോക്ക് പോലെ, ഒരു ഒറ്റ യൂണിറ്റ് പോലെ നമ്മൾ അവരുടെ കഴുത്തും തലയും ഒരുമിച്ച് പിടിക്കുകയും ബാക്കിയുള്ള നട്ടെല്ലും ഒരുമിച്ച് തന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപോലെ എടുത്തു മാറ്റണം. കൈ മാത്രം വലിച്ച് കാല് മാത്രം വലിച്ച് അങ്ങനെ ചെയ്യരുത്. അപ്പം ഇതിന് നമുക്ക് സയൻറ്റിഫിക്കലി നമുക്കുള്ളൊരു ബോർഡാണ് സ്പൈൻ ബോർഡ്. സ്പൈൻ ബോർഡിൽ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇമ്പാക്ട് അധികം ഉണ്ടാവില്ല. ഒരു റിജിഡ് ആയിട്ടുള്ള കുറച്ച് ഫേം ആയിട്ടുള്ള ഒരു ബോർഡാണ്. അല്ല, അവൈലബിൾ ആയിരിക്കില്ല. എത്തുമ്പം ഇത് അപ്പൊ ഞാൻ പറയുന്നത് കിട്ടുന്ന വണ്ടിയിൽ കയറ്റുമ്പോൾ പരമാവധി അങ്ങനെ കിടത്ത് പരമാവധി ഒരുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കുക. കഴുത്തും തലയും മാക്സിമം അനക്കാതെ ഇരിക്കാൻ നോക്കുക. അവിടെയാണ് ഏറ്റവും സെൻസിറ്റീവായ ഏരിയ. അതെ, അവിടെ വരുന്ന ഇഞ്ചുറീസ് നമുക്ക് ആജീവനാന്തകാലം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയൊന്നും അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ നട്ടലിന് ക്ഷതം കൂടുതലേക്കാതിരിക്കാനുള്ള എല്ലാവിധ ഇതും നമ്മൾ എടുക്കുക. 108 കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എത്രയും പെട്ടെന്ന് ആംബുലൻസ് കിട്ടുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആംബുലൻസിൽ നല്ല രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതി എടുക്കുക. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു ട്രോമയിൽ നമ്മൾ ഗോൾഡൻ ടൈം എന്ന് പറയുന്ന 1 hour ആണ്. ആദ്യത്തെ 1 മണിക്കൂറാണ് ശരിക്കും ട്രോമ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമുക്കുള്ള ഗോൾഡൻ ടൈം. എന്തുകൊണ്ട് അതിനെ ഗോൾഡൻ ടൈം എന്ന് വിളിക്കുന്നത് വെച്ചാൽ, എല്ലാ ലൈഫ് ത്രെറ്റനിങ് എന്ന് വെച്ചാൽ മാരകമായിട്ടുള്ള ഇഞ്ചുറീസും നമ്മൾ ആ 1 മണിക്കൂറിൽ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് അതിനുള്ളിൽ കൊടുക്കാൻ ഒരു അപകടം നടന്നാൽ ചെറിയ പ്രശ്നം ചില ആളുകൾ അപകടം നടന്നാൽ തൊട്ടടുത്ത ഏതെങ്കിലും അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഉദ്ദേശം നമ്മൾ ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ബാക്കി ഒരുപാട് ബോൺസ് ഒടിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, ഒരു മേജർ ഇഞ്ചുറി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ഇതാണ് ഞങ്ങൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചെയ്യാനുള്ള പ്രൈമറി ആയിട്ടുള്ള കാര്യം ഇത് സ്റ്റെബിലൈസ് ചെയ്യുക. എവിടെന്നെങ്കിലും ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെട്ടുക. ഇത്രയും ചെയ്തതിന് ശേഷം പേഷ്യന്റ് ബോധമുള്ള ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെർഷറി സെന്റർ എന്ന് പറയുന്നതിന്റെ റീസൺ, അവിടെ ടെർഷറി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇഞ്ചുറി എന്ന് വെച്ചാൽ മാരകമായിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എമർജൻസി ആയിട്ടുള്ള സർജറി വേണമെങ്കിൽ പോലും ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ആശുപത്രിയിലേക്ക് ആളെ എത്തിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ആശുപത്രിയാണെങ്കിൽ അത്രയും നല്ലത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്, അതിലൊരു സംശയമില്ല. ബാക്കി സർജിക്കൽ ആൻഡ് മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതെ, ക്ലിനിക്കിലോട്ട് അല്ലെങ്കിൽ ചെറിയ വളരെ സ്ഥലത്തേക്ക് കയറ്റാതെ ഇരിക്കുക. ആ ടൈം നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചു വരാം. RTO, ഒരു ചോദ്യം. ഇന്നത്തെ കാലത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാൽ എന്തൊക്കെ ശിക്ഷ നടപടികളാണ് നിയമപരമായി ചെയ്യാൻ കഴിയുക? ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിനോടൊപ്പം ഡോക്ടർ പറഞ്ഞതിനോട് ചേർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞ സ്പീഡ് ഫാക്ടർ എല്ലാം നമ്മൾ പറഞ്ഞു, കുട്ടികൾ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിയമവശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതോടെ പറയാം. ഒന്ന്, ഹെൽമെറ്റ് യൂസേജ്. നമ്മൾ പലപ്പോഴും ഹെൽമെറ്റ് വെക്കാറുണ്ട്, ഇതിൽ ചിൻ സ്ട്രാപ്പ് ചെയ്യാറില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു 2 നില കെട്ടിടത്തിന് മേലെ നിന്ന് വീഴുന്നതിന് തുല്യമാണ് ഒന്ന് വീഴുന്നത്. അപ്പോൾ ഈ ചിൻ സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് ലൂസാവും. അടിച്ചു വീഴുന്നതോടുകൂടി ഇത് കഴുത്തിലടിക്കും. ഒടിയുന്നതിന് വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് വലിയവരായാലും ചെറിയവരായാലും
വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. പല ആളുകളും ഇത് അഴിച്ചിട്ട് പോകുന്ന ഹെൽമെറ്റ് വെക്കുന്നു, അതൊരു ഫൈൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ ഞാൻ വയ്ക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി വെക്കുന്നത്. പക്ഷെ ഒരു സെൽഫായിട്ട് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുന്ന എല്ലാവരും ആ ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ടേ വണ്ടി വരും. ആ ചിൻ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിരൽ ലൂസായിട്ട് നമുക്ക് മൂവ്മെന്റ്സിനുള്ള ഒരു ഗ്യാപ്പോടെ ഇട്ടാണ് ഇത് വെക്കുന്നത്. ഫുള്ള് വലിച്ചു കെട്ടരുത്, ടൈറ്റാക്കി വെക്കാൻ പാടില്ല, നമുക്ക് മൂവ് ചെയ്യണ്ടേ. അതിനൊരു വിരൽ വയ്ക്കുന്ന ഗ്യാപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതിനാണ് അഡ്ജസ്റ്റർ വെച്ചിരിക്കുന്നത്. അത് വെക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് ഷോക്ക് പ്രൂഫ് ആയുള്ള മെറ്റീരിയലാണ്. ഹെൽമെറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള തെർമോകോളിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ISI ക്വാളിറ്റി ഇതിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ISI ഉള്ള ഹെൽമെറ്റ് വാങ്ങണം എന്ന് പറയുന്നത്. ഷോക്ക് പ്രൂഫാണ്, അതിൻ്റെ അകത്ത് ഒരുപാട് ആസ്പെക്ട് ഉണ്ട്. റൈഡ് ചെയ്ത് പോകാതിരിക്കാനുള്ളത്, കൂടുതൽ ഷോക്ക് വരാതിരിക്കാനുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെല്ലാം ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനോടൊപ്പം ഇപ്പോൾ ആ ഹൈവേയിലെ ഒരു കാര്യം നമ്മൾ തലശ്ശേരി ഹൈവേയിൽ വന്നിട്ടുള്ള നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 2 കുട്ടികൾ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അത് ആ റോഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മളുടെ ഒരു അസംഷൻ ഉണ്ട്. നമ്മൾ ട്യൂൺഡാണ് നമ്മളുടെ റോഡിന് വണ്ടി ഓടിക്കാൻ. ഒരു വലിയ റോഡിലേക്ക് കയറുമ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഒരു ഗ്ലാസ് താത്തി വെച്ചൊരു കാറിൽ നമ്മൾ സ്പീഡ് കുറഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഒരു സ്പീഡിൽ ഒരു ലോറിയോ ബസ്സോ പോകുമ്പോൾ ഉണ്ടാകുന്ന എയർ പ്രഷർ നമ്മളുടെ കാറിൻ്റെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ഫീൽ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രഷർ അങ്ങനെ തന്നെ ഒരു ബൈക്കിൻ്റെ മേലെ വരും. നമുക്കൊരു കാറ് വരുന്നത് ആ പ്രഷർ അല്ലെങ്കിൽ ആ എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നത് ഒരു വലിയ ഏരിയയിലാണ്. കാറിൽ ഒരു ചെറിയ ഏരിയയിൽ, അത് ഒരു ഓപ്പൺ എയറിൽ ഇങ്ങനെ പോകുന്ന ഒരു വണ്ടിയിൽ എയർ ഫ്ലോ വരുമ്പോൾ ബൈക്ക് സ്കിഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രയും ഈ 80 കിലോമീറ്റർ 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നിടത്ത് ബൈക്ക് യാത്ര അനുവദനീയമാണോ? മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ, എക്സ്പ്രസ് ഹൈവേയിൽ 2 വീലർ അതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് അത് നിർദ്ദേശം? അല്ല, നമ്മളുടെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അല്ല, അതിൽ പല ഘടകങ്ങളും ഉണ്ട്. നമ്മളുടെ സർവീസ് റോഡിലേക്ക് മാറ്റുന്നു, ഇതുമായിട്ട് അനലൈസ് ചെയ്തിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. താരതമ്യേന വരുമെന്ന് വിചാരിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്ത് സ്പീഡ് വെച്ച് നോക്കുമ്പോൾ 2 വീലർ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതുപോലെ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ റൈഡിങ് രീതിയും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആക്റ്റീവ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന അതുപോലെയുള്ള സ്കൂട്ടറുകൾ ഓടിക്കുന്ന രീതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഹീറോ ഹോണ്ട പാഷൻ ഓടിക്കുന്നതിൽ നിന്ന് ഡ്യൂക്ക് പോലെയുള്ള ഹൈ പവർ ആയിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് എൻ്റയർലി ഡിഫറെൻറ്റ് മെത്തേഡാണ്. വണ്ടിയുടെ മെക്കാനിസത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ രീതി അനുസരിച്ച് ഓടിക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുമാത്രമല്ല, ഹൈ പവർ റൈഡിങ് വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ അവർ തന്നെ പലപ്പോഴും അതിൻ്റെ അകത്ത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. കേരളത്തിലെ ഒരു റോഡിലൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ ഓടിക്കാൻ പറ്റുമോ ശരിക്കും? അതിനനുസരിച്ച് ഓടിക്കണം എന്നുള്ളത് സാധിക്കുമോ? ഇത് കാണുന്ന പരസ്യത്തിൽ തന്നെ ഇതിങ്ങനെ പറക്കുന്നതല്ലേ കാണിക്കുന്നത്? 2 രീതിയിൽ വണ്ടികൾ 2 രീതിയിൽ പരസ്യം തന്നെ പറക്കുന്നതാണല്ലോ സർ കാണിക്കുന്നത്. ആണ് പരസ്യം. കുട്ടികൾ ഇതെന്തായാലും ഇതൊന്നും പറക്കാൻ ആഗ്രഹിക്കില്ലേ? പക്ഷെ ആ പരസ്യത്തിൽ അവർ കാണിക്കുമ്പോൾ ആ ഓടിക്കുന്ന ആളുകൾ എന്തെല്ലാം സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കയ്യിൽ നീസിന് പാഡ്, കയ്യിൽ പാഡ്, ഹെൽമെറ്റ്, നെക്ക് പാഡ്, ജാക്കറ്റ്, നെക്ക് പാഡ്, നീ പാഡ്, ഷൂ, റൈഡിങ് ഷൂ, തൈസിന്റെ പാഡ്, കംപ്ലീറ്റ് പാഡഡ് ആണ്. ശരീരം മുഴുവൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഏതൊക്കെ ബൈക്ക് ഓടിക്കുമ്പോഴാണ് നമ്മൾ ഈ നോർമലി പവർഫുൾ ആയിട്ടുള്ള ബൈക്കുകൾ നമ്മൾ പറയും? ഏതൊക്കെയാണ് അത് പറയുക? ഒരുപാട് കമ്പനികൾ, ഈ ഡൂക്ക്, അങ്ങനെ ഇന്ന വണ്ടികൾ എന്ന് പറയാനില്ല. എത്ര സിസിയുടെ മേലെ പോകുന്നതാ? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ 100 cc ആണ് നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന. 100 to 150 താഴെയുള്ള വണ്ടികളാണ് നോർമൽ ഒരു ട്രാവലിംഗ് പർപ്പസിന്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒഫീഷ്യൽ യൂസേജിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജോലിക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. അതിന് മേലെയുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ ഓടിക്കാൻ. ഇപ്പോൾ റാലിക്ക് പോകുന്ന അല്ലെങ്കിൽ റേസിങ്ങിന് പോകുന്ന ഇതിൽ പോകുന്ന ജീപ്പുകളിലും കാറുകളിലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സാധനങ്ങളും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഓടിക്കുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിൻ്റെതായ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. പറ്റൂ. ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. അപ്പം പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ഈ പറന്നു പോകുന്ന ബൈക്കുകൾ, അത് RTO പറയുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അവർ ഓടിക്കുമ്പോൾ അവരെന്തെല്ലാം ധരിച്ചിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ മക്കൾ ഇത്തരം വാഹനങ്ങൾ എടുത്ത് പറക്കുമ്പോൾ ഇതെല്ലാം ധരിച്ചിട്ടുണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തണം?
രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. തിരികെയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നവാസിനോട് ഒന്ന് ചോദിക്കാം. മകൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നു, ആരോ പറഞ്ഞു ഹെൽമെറ്റ് ധരിച്ചിരുന്നു, തെളിച്ചു പോയി എന്നൊക്കെ പറയുന്നു. ഇല്ല, അവര് അന്ന് കാലത്ത് 5:05 ചെരക്കര ചായ മക്കാന്ന് ചായ കുടിച്ചിരുന്നു പറഞ്ഞു പോയ കുട്ടികൾ പറഞ്ഞു. അപ്പൊ എവിടെയാ ശരിക്കും? മുഴപ്പിലങ്ങാട് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഒരു മുഴപ്പിലങ്ങാട് ഗേറ്റ് നമ്മുടെ ബൈപ്പാസ് കയറിയായിരിക്കും. അല്ല, ടൗണിലോട്ടായിരിക്കും വന്നത്. എന്താ കറക്റ്റ് അതിനെ പറ്റി കുട്ടികൾ ചോദിച്ചില്ല, പറഞ്ഞില്ല. ഇവര് ചായ കുടിച്ചിരുന്നു. ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ലേ? ഇവര് 2 ബൈക്കിൽ 4 പേര്. കൂടെ ഒരാൾ, ഇവന്റെ കൂടെ ഒരാൾ. പരിക്കേറ്റ ആളുടെ സ്ഥിതി എന്തുണ്ട്? ഒന്നുമില്ല, ഒരു പരിക്കൂല. ബൈക്കിനൊരു പരിക്കൂല. ബൈക്കിനൊരു പോറലില്ല. ഇത് സത്യത്തിൽ പോസ്റ്റ് കൊണ്ട് ഇടിക്കില്ല. പോസ്റ്റ് കൊണ്ട് ഇടിക്കുക. ബൈക്കിനൊന്നും പറ്റിയിട്ടില്ല. ബൈക്കിനൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു താങ്കൾ നിരീക്ഷിക്കുന്നത്? സംഭവസ്ഥലം കണ്ടായിരുന്നല്ലോ. കണ്ടായിരുന്നു. അവര് 5:05 അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്, ചായ മക്കാന്ന്. എന്നിട്ട് ചെരക്കര പള്ളിയിൽ നിന്ന് നമ്മളെ സ്വഭയിൽ നമസ്കരിക്കുന്നുണ്ട്. 5:30 നിസ്കരിച്ചിട്ട്. പക്ഷെ 5:40 നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ വർദ്ധമായിട്ടിരിക്കാം. എന്നാലും അതുവരെ ഹെൽമെറ്റ് ഇട്ടിന് പോലും. എന്നാലും ഹെൽമെറ്റ് ഇടാണ്ട് ഹെൽമെറ്റ് ബാക്കിൽ വെച്ചിട്ട് ക്യാപ്പ് ഇട്ടു. അങ്ങനെയാണ് പോയ കുട്ടികളുടെ ബാക്കി 2 കുട്ടികളുണ്ട് ഒരു പറഞ്ഞത്. അപ്പൊ ഇവനെ പോലും എടുത്താ പറഞ്ഞത്. അപ്പൊ അവനെടുക്കാൻ ഹെൽമെറ്റ് ഇടാൻ എടുക്കാൻ കാരണം രാവിലെ അല്ലേ, പോലീസ് ഉണ്ടാവില്ല, 6:15 ആരും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലേക്കും ഹെൽമെറ്റ് കഴിച്ചു വെച്ചിട്ടുണ്ടാവും. ആ പോക്ക് പോകുന്ന പോക്കിനാണ് ഇങ്ങനെ പോയ വണ്ടിയാണ് ഇങ്ങനെ അടിക്കുന്നത്. പക്ഷേ എങ്ങനെ സംഭവിച്ചെന്നുള്ളതിൽ എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഖുർആനിൽ അറിയുന്ന കാര്യമുണ്ട്. എൻ്റെ ഉമ്മയും ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയും എൻ്റെ വൈഫിന്റെ കയ്യിൽ നിന്നാണ് മരണപ്പെടുന്നത്. എന്നാലും ഞങ്ങൾ കാണുന്നുണ്ട്, ഇവർ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും. നമ്മൾ ആയസ് പോകുന്നേരം ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കും. എൻ്റെ ഒരു നിഗമനം, ഇവൻ ഇങ്ങനെ പോകുന്നത് ഇവന് ചിലപ്പം പഠിച്ചവൻ നമ്മളത് അള്ളാഹു പിടിക്കുന്ന വിശ്വാസി എന്നുള്ളതിൽ അള്ളാഹു പിടിക്കുന്നതുകൊണ്ട് ഇവനെ മാത്രമാണല്ലോ കഴിക്കുള്ളൂ. ഇവൻ ഇങ്ങനെ പിടിക്കുന്നത് ഇവൻ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവാം എങ്ങോട്ടെങ്കിലും. അപ്പം മറ്റേ വണ്ടിയാണ്, ഡൂക്ക് അങ്ങനത്തെ വണ്ടിയാണ്. സാറ് പറഞ്ഞ പോലെ ഭയങ്കര സ്പീഡായിരിക്കാം. ചെറിയൊരു മുറിവാണ് സാർ ഉണ്ടായിട്ടുള്ളൂ. ജസ്റ്റ് ഒരു മുറിവ് മാത്രം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കല, വേറെ ഒരു പരിക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഒരു ചെറിയ മുറിവ് അതാണ് ഇപ്പം നമ്മൾ ഹെഡ് ഇഞ്ചുറിയിൽ ഇപ്പം ഇതൊരു വലിയ പ്രശ്നമാണ്. മിക്ക സമയത്തും നമ്മൾ പേഷ്യൻസിനെ അസസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ്. അപ്പം അതിൽ ഇപ്പം മുറിവ് കുറവായതുകൊണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. നേരത്തെ പറഞ്ഞു പരിക്കുകളുടെ നോട്ടം സാധാരണക്കാരൻ നോക്കുമ്പോൾ ശരീരത്തിൽ പരിക്കുകൾ കണ്ടാലാണ് ഗൗരവമായി കാണുക. അതെ, ഇപ്പൊ ഈ പറഞ്ഞ നവാസിന്റെ മകന്റെ കേസിൽ ഇവിടെ ചെറിയൊരു മുറിവ്, ഇവിടെ ചെറിയ മുറിവ്, എങ്ങനെ നമ്മളിത് മനസ്സിലാക്കും? അതാണ്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്കൊരു കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഇവർക്ക് ഇടിക്കുന്ന സമയത്ത് ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ, അതിനുശേഷം ഇവർക്ക് ബോധം വരുന്നുണ്ടോ, ഈ സംഭവം ഇവർക്ക് ഓർമ്മയില്ലാതെ ഉണ്ടോ, ഈ ഇഞ്ചുറി വരുന്ന സമയത്ത് എത്രമാത്രം ഡീപ്പിലാണ് ഇഞ്ചുറി, ഇവിടുത്തെ ബോൺസ് പൊട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ CT വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം എല്ലാ ഇഞ്ചുറീസും, ഇതാണ് എല്ലാവരും അറിയേണ്ടത്, എല്ലാ ഇഞ്ചുറീസിലും എക്സ്റ്റേണലി ഇഞ്ചുറി എന്ന് വെച്ചാൽ പുറമെ ഭീകരമായ ഇഞ്ചുറി ഉണ്ടാകണം എന്നില്ല ബ്രെയിൻ ഇഞ്ചുറി സംഭവിക്കാൻ. അത് ചിലപ്പം ഒരു ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഷിയറിംഗ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിങ്ങും ആയിരിക്കാം. അപ്പം ഇതെല്ലാം തലയൊട്ടി പൊട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പുറത്ത് കാണുമ്പോൾ ഭീകരമായിട്ടുള്ളൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്നില്ല. ചോദ്യം നവാസ്, നമ്മുടെ സമയം തീരുകയാണ്. എന്താണ് ഈ കുട്ടി മരണപ്പെട്ട സ്കൂളിൻ്റെ ഒക്കെ നിലപാട് എന്താണ്? അവിടെയൊക്കെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ബോധവൽക്കരണം എന്താണ്? അവിടെ വിദ്യാലയത്തിലൊരു കുട്ടിയാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്ത് അപകടം സംഭവിച്ച് മരണപ്പെട്ടു. ആ സ്കൂളിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബോധവൽക്കരണം, സ്കൂളിന്റെ പേര് പറയണ്ട, നമ്മൾ അങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് നമുക്ക് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് എൻ്റെ മോനെ ഒരു സ്മാർട്ട് ബോയ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവരോടും ഓനങ്ങോട്ട് ക്യാച്ച് ചെയ്യും. അതിന്റെ ഉദാഹരണം, ഞങ്ങളിപ്പോൾ വീട്ടിൽ കൂടിയിട്ട് കുളിവാസർ 1 വർഷവും 3 മാസമായിട്ടുള്ളൂ. ആ പ്രദേശം മൊത്തം അവനെ അറിയാം, പ്രായമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും. അവന് അതുപോലെ ചേറ്റകുന്നുന്ന സമയത്തും സ്കൂളിൽ ഞാൻ പാരൻസ് മീറ്റിംഗ് പോയാലും മാഷ്മാർ നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആയിട്ട് എത്ര ദിവസത്തിലായിട്ടുള്ളൂ. കുട്ടികൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇവന്റെ ക്ലാസ്സിലെ കുട്ടികൾ. ആ കുട്ടികളുടെ ഞാൻ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രേക്ഷകരോട് രക്ഷിതാക്കളോട് എന്താണ്? ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ താങ്കൾ എത്ര മക്കളാണ് താങ്കൾക്ക്? 3 മക്കള്. എത്ര ആളും എത്ര പെണ്ണുമാണ്? ഒരു മോള് 2 ആണോ. മോളെ കല്യാണം കഴിഞ്ഞു. ഇവ മൂത്ത കുട്ടിയാണ്? അല്ല, മകള് മൂത്തത്, കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മോനാണ്. മോനിവന് എന്തായിരുന്നു മോഹം ഉണ്ടായിരുന്നു, സ്വപ്നം ഉണ്ടായിരുന്നത്? അവന്
വേറെ ബിസിനസ് ചെയ്യണമെന്നുള്ള എന്നെ പോലെ ഉപ്പാന്റെ പാതയിൽ തന്നെ ബിസിനസ്സുകാരനാണെന്നാണ് ആഗ്രഹം. എന്താണ് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് താങ്കളുടെ മകൻ പെർമിഷൻ ഇല്ലാതെ പോയി ഈ ബൈക്ക് എടുത്ത് അപകടത്തിൽ താങ്കളുടെ പൊന്നോമനയെ താങ്കൾക്ക് നഷ്ടപ്പെട്ടു. താങ്കളുടെ ജീവിതം നൽകിയ സന്ദേശം താങ്കൾക്ക് പ്രേക്ഷകരോട് എങ്ങനെ പങ്കുവെക്കാൻ പറ്റും? എൻ്റെ ദൈവത്തോട് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവം ഒരു പാരൻസിനും വരാതിരിക്കട്ടെ എന്നല്ല ആദ്യമായിട്ട് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഞങ്ങളിപ്പോൾ ഉള്ളിൽ നിന്ന് കത്തുന്നത് ഞങ്ങൾക്ക് അറിയുള്ളൂ, പുറത്തെല്ലാവരും സമാധാനിപ്പിക്കും. ഞാനും വൈഫും കൂടി അനുഭവിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ പുതിയ വീടാണ്, ഓരോ മുക്കിലും മൂലം അവനുണ്ടാകുന്നതാണ്. ഞായറാഴ്ച എന്ന് വെച്ചാൽ വീട് വാക്കിംഗ് റേഞ്ച് ക്ലീൻ ആക്കൽ, എൻ്റെ കാറുകളിൽ ആക്റ്റീവായ മോനാണ് പ്രത്യേകിച്ച്. അതുകൊണ്ടുള്ള ഒരു മാനസിക ഫീലിംഗ് പറഞ്ഞുണ്ട്. ഞാനന്ന് ഇവൻ്റെ SLC ബാച്ച് കുട്ടികൾ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, മക്കളെ ഞങ്ങളെ ഞാനും വൈഫും വിളിച്ചിട്ട് ഈ അനുഭവം ആർക്കും വരാതിരിക്കട്ടെ നിങ്ങളെ പാരൻസിന്. പ്രത്യേകിച്ച് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി 3 വർഷമേ ഉള്ളൂ. അതായത് 18 വയസ്സിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും, 22 വയസ്സിൽ നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കും, ആരോടും ബൈക്കും ചോദിക്കണ്ടോന്ന് ചോദിക്കണ്ട, നിങ്ങളെ ജീവിതം സേഫ് ആവും. ഇപ്പം നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് പാരൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുണ്ട്, പിന്നെ ഏറ്റവും വലുതാണ് വലിയ സമൂഹമുണ്ട്. ഈ മക്കളെല്ലാം ഈ സമൂഹത്തിലേക്ക് നാളെ മാണിക്കക്കല്ലുകളാണ്, ആരെ എത്തിപ്പെടാന്ന് പറയാൻ പറ്റൂല. ഈ 18, 13, 15 മുതൽ ഈ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങളും പഠിച്ച പ്രായമാണല്ലോ. ആ പ്രായത്തിൽ ആ ചോരത്തിലിപ്പ് എല്ലാ മക്കൾക്കും ഉണ്ടാവും, ആർക്കായാലും. പെട്ടുപോകരുത്. പിന്നെ എല്ലാ മക്കളോടും പറയാം, പാരന്റ്സിനെ അനുസരിക്കാം, പാരന്റ്സ് പറയുന്നത് കേൾക്കാം, അധ്യാപകർ പറയുന്നത് കേൾക്കാം. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി മെനക്കെടുന്നത് നിങ്ങളെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. തിരിച്ചു വരാം. ശ്രീ അഭില, എന്താണ് ഈ അപകടങ്ങളൊക്കെ മക്കളേക്ക് മുന്നിൽ ഇങ്ങനെ വന്നു പോയിട്ടുണ്ടാവുമല്ലോ? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും മറ്റുള്ള സ്പെഷ്യലൈസേഷൻ പോലെയല്ല. ഇപ്പോൾ ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ പർട്ടിക്കുലർ ഒരു ലെവലിലുള്ള പേഷ്യൻസിനെ അവർ കാണുള്ളൂ, സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ. എനിക്ക് തോന്നുന്ന വ്യത്യസ്തമായി എല്ലാം കൂടി ചേർന്ന് എല്ലാം കാണുന്ന ഒരാളാണ് നിങ്ങളുടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ആ അനുഭവം വെച്ച് നമ്മുടെ മക്കളോട് എന്താണ് പറയാനുള്ളത്? ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ് കുട്ടികൾ ആക്സിഡൻ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ നമ്മളും അതേ മാനസിക അവസ്ഥയിൽ തന്നെയാണ്. കാര്യം അവരുടെ പാരൻസിനെ കൗൺസിൽ ചെയ്യുക, അവരോട് ആ ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പറയേണ്ടി വന്നിട്ടുണ്ടോ? നിർഭാഗ്യകരമായി പറയേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സമയത്ത്? അപ്പോൾ പ്രിയപ്പെട്ടവരാ നഷ്ടപ്പെട്ടു. അതെ, ഇപ്പം വലിയവരാണെങ്കിൽ നമുക്ക് കുറച്ച് അവരെ ഒന്ന് സമാധാനിപ്പിച്ച് പറയാൻ എളുപ്പമാണ്. എസ്പെഷ്യലി മാതാപിതാക്കളോട് ഇത് റിവീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമയിൽ എപ്പോഴും സോറി എന്നാ പറയല്, അത് അങ്ങനെയല്ല. സിനിമയിൽ എപ്പോഴും ഒരാൾ മരിച്ച ഡോക്ടർ സോറി പറയും, തീർന്നു. സിനിമയല്ല ജീവിതം. എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ അവരോട് അവർക്ക് വേണ്ടതായ സമയം കൊടുത്ത് അവരെ കംഫർട്ടബിൾ ആക്കി ഇരുത്തി പതുക്കെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതെ, വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം അറിയിക്കുന്ന ആ ഒരു രീതിക്ക് നമ്മൾക്ക് കുട്ടികളുടെ മരണം പറയാൻ പറ്റില്ല. അപ്പം അവരുടെ മാതാപിതാക്കളോട് ഒരുപാട് നേരം സംസാരിച്ച് ആ ഒരു വഴിയിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് അവരുടെ മരണം പറയാൻ പറ്റൂ. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ റോളും കൂടി നിങ്ങൾ എടുക്കണം ആ സമയത്ത്. അതെ, അതും കൂടി നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. അതിന് പ്രത്യേക പ്രാക്ടീസ് ഉണ്ടോ ശരിക്കും? അതെ, ഇപ്പം ഞങ്ങൾക്ക് അതിനും പ്രാക്ടീസ് ഉണ്ട്, അതിന്റെ കോഴ്സുകൾ ഉണ്ട്. കാര്യം ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ചാപ്റ്റർ തന്നെയാണ് പഠിക്കാനുള്ളതാണ്. ബാഡ് ന്യൂസ്, ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്. അതെ, ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്. സോ അത് നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ഒരു സോറി പറഞ്ഞിട്ടല്ല നമ്മൾ. എന്താണ് മക്കളോട് പറയാനുള്ളത്? അങ്ങനെ ഒരു ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് പറയാതിരിക്കാൻ എൻ്റെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ അഭിലേക്ക് പറയാനുള്ളത്? നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സാറ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ രക്ഷിതാവ് പറഞ്ഞ പോലെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചോരത്തിളപ്പിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് മരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് ഇല്ലാതായി പോകുന്ന ലെവലിലുള്ള അപകടങ്ങളോ നിങ്ങൾക്ക് സംഭവിക്കാം. അതുകൊണ്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ആ ഒരു ചോരത്തിളപ്പിൽ കാര്യങ്ങളിലേക്ക് പോകാതെ ഇരിക്കുക. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, അവരെ കരയിക്കാതെ ഇരിക്കുക. എന്താണ് സർ താങ്കളുടെ ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനാണ്? ഒരു 15-16 വയസ്സ് വരെ നമ്മളുടെ ചിറകിൻ്റെ കീഴിൽ നമ്മളോടൊപ്പം എല്ലാ സ്വപ്നങ്ങളിലും
എല്ലാ സന്തോഷങ്ങളിലും എല്ലാ സങ്കടത്തിലും ഒരുമിച്ച് നടന്ന, അല്ലെങ്കിൽ നിർത്തി ചേർത്ത് പിടിച്ച് രാവിലെ കണ്ട് വൈകുന്നേരം ഉറങ്ങുമ്പോൾ മുഖം കണ്ടു പോയ ഒരു കുടുംബത്തിന് ഒരു നിമിഷത്തേക്കിൽ എല്ലാം തീർന്നു പോകുന്ന ഒരവസ്ഥയാണ്. പ്രേക്ഷകരെ, നമ്മുടെ സമയം തീരുകയാണ്. ഡോക്ടർ അഭില പറഞ്ഞ ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, എന്തായാലും പറഞ്ഞത് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്, അത് പറയാൻ രക്ഷിതാക്കൾ അഭിലയെ പോലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിന് മുന്നിൽ നിന്നു കൊടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത്. ഇപ്പോൾ നവാസ് പറഞ്ഞതുപോലെ എന്തെല്ലാം സ്വപ്നങ്ങളാണ് ആ മകനുണ്ടായിരുന്നത്. അവന് വേണ്ടി മാത്രം ഈ എപ്പിസോഡ്, അവനെപ്പോലെ നൂറുകണക്കിന് കുട്ടികൾ പൊലിഞ്ഞു പോകുന്നുണ്ട് ചെറിയൊരു ആവേശം കൊണ്ട്. അതുപോലെ RTO പറഞ്ഞതുപോലെ ഈ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കടന്നു പോകുക നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. എന്ത് രസമാണ് ഈ ഭൂമി, എത്ര സുന്ദരമായിട്ട് നമ്മൾ ഇവിടെ ജീവിക്കാൻ കഴിയും, എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളാണ് ഈ പുതിയ ലോകം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഒരു 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 35 വർഷം മുമ്പ് ഒരു മൊബൈൽ ഫോൺ ആളുകളുടെ കയ്യിലുണ്ടായിരുന്നില്ല, കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ നിങ്ങളുടെ കയ്യിലാണ്. സത്യത്തിൽ നിങ്ങൾ പഠിക്കുക പോലും വേണ്ട, പരീക്ഷ എഴുതുന്നതിൻ്റെ തലേന്ന് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരീക്ഷ എഴുതാനുള്ള മെറ്റീരിയൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. അത് പഠിച്ചിട്ട് പോയാൽ പോലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ത് എന്ന് AI ചോദിച്ചാൽ പറഞ്ഞു തരും. ഇന്ന പരീക്ഷയ്ക്ക് ഇന്ന ചോദ്യങ്ങളാണ് വരിക. അത്ര എളുപ്പമായി കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം. ആ എളുപ്പമായ ജീവിതത്തിൽ രസകരമായി, സന്തോഷമായി, ഉല്ലാസത്തോടെ ജീവിച്ച് തീർക്കാൻ ഒന്ന് ചിന്തിക്കുക മക്കളെ. നിങ്ങൾക്കും സന്തോഷം കിട്ടും, സമാധാനത്തിൽ ജീവിക്കാം. ഡോക്ടർ പറഞ്ഞതുപോലെ കാലാകാലം കിടന്നു പോകണ്ട, പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തനിച്ച് യാത്ര തിരിക്കേണ്ട ഒരു ചിന്തയിലേക്ക് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. പങ്കെടുത്ത 3 പേർക്കും നിറയെ നന്ദി, നമസ്കാരം.